ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മരവിപ്പിച്ച സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് കടന്ന് ഇ.ഡി. ഇതുവരെ മരവിപ്പിച്ചത് 235 കോടി രൂപയുടെ സ്വത്തുക്കളാണ്. മറ്റ് നിക്ഷേപ തട്ടിപ്പുകളിലും മരവിപ്പിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടും. കരുവന്നൂരിലേതുപോലെ നിക്ഷേപകർക്ക് നഷ്ടമായ പണം തിരികെ ലഭ്യമാക്കാനുള്ള നടപടികളിലേക്കാണ് ഇ.ഡി. കടക്കുന്നത്. ഇ.ഡി. അന്വേഷിക്കുന്ന വിവിധ നിക്ഷേപ തട്ടിപ്പുകളിലായി 1000 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിട്ടുണ്ട്. പ്രാഥമിക ഘട്ടമായാണ് റെയ്ഡുകളുടെ തുടർച്ചയായി സ്വത്തുക്കൾ മരവിപ്പിക്കുന്നത്. മരവിപ്പിച്ച സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതാണ് അടുത്ത ഘട്ടം. സ്വത്തുക്കൾ കണ്ടുകെട്ടാനായി പ്രതികളെ നടപടികൾ അറിയിക്കും. സ്വത്തുവകകൾ പിടിച്ചെടുക്കുന്നതിനെ നിക്ഷേപ തട്ടിപ്പിലെ പ്രതികൾക്ക് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ ചോദ്യം ചെയ്യാം. അതോറിറ്റി നടപടി തുടരാൻ അനുമതി നൽകിയാൽ നിയമ തടസ്സങ്ങൾ നീങ്ങും. ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാലും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ തീരുമാനത്തിന് കാത്തുനിൽക്കാനുള്ള നിർദ്ദേശമാണ് കോടതികൾ മുൻ കേസുകളിൽ നൽകിയിരുന്നത്. ഹൈറിച്ച് ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പിൽ ജനുവരിയിൽ 203 കോടി രൂപയുടെ സ്വത്തുവകകൾ മരവിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാജ്യവ്യാപകമായി 15 കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡിന്റെ തുടർച്ചയായി 32 കോടി രൂപയുടെ സ്വത്തുക്കളും മരവിപ്പിച്ചിരുന്നു. ആകെ മരവിപ്പിച്ച 235 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്കാണ് ഇ.ഡി. കടന്നിട്ടുള്ളത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തുക്കൾ നിക്ഷേപകർക്ക് നൽകാനുള്ള നടപടികൾ ഇ.ഡി. ആരംഭിച്ചിരുന്നു. ജനം, കൊച്ചി.